വശ്യേറിയ പ്രചാരണത്തിനൊടുവിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അല്പസമയം മുൻപാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി 234 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 16 ജില്ലകളിലായി 182 മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി എഴുതും. കനത്ത സുരക്ഷയിലാണ് പശ്ചിമബംഗാൾ. ജനാധിപത്യത്തിന്റെ എല്ലാ ഉത്സവത്തിൽ എല്ലാ പൗരന്മാരോടും പൂർണ്ണ ശക്തിയോടെ പങ്കെടുക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മനേഷ് മൂർത്തി, ഷഫീദ് റാവുത്തർ, രാഹുൽ വിജയൻ, സൂര്യഗായത്രി, ഷാരിഖ് നവാസ്, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മനേഷിലേക്കാണ്. മനേഷ് നിൽക്കുന്നത് സ്റ്റെല്ല മേരീസ് കോളേജ് കത്തീഡ്രലിലാണ് ചെന്നൈയിലുള്ളത്. മനേഷ്, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ഒരു 50 വർഷത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും ക്രൂഷ്യലായ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് ഉറപ്പായും പറയാം. അതങ്ങനെ ആവാനുള്ള കാരണം വിജയുടെ എൻട്രിയാണ്. വിജയ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് ഇപ്പോഴും കാര്യമായി പിടിയാർക്കില്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് അവസ്ഥ? നമ്മളിവിടെ കണ്ടതുപോലെ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര അവിടെയുണ്ടോ? അശ്വിത, ഗുഡ് മോർണിംഗ്. പോളിംഗ് ബൂത്തിൽ വലിയ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 20 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ വലിയ നിരയൊന്നുമില്ല. അത്യാവശ്യം ആളുകൾ വന്ന് വോട്ട് ചെയ്ത് വളരെ ഫ്രീ ആയി തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. 234 മണ്ഡലങ്ങൾ നമുക്കറിയാം. എന്തായാലും എല്ലായിടങ്ങളിലും വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലൊന്നും പ്രാഥമിക ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ എന്തായാലും വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 മണിയോടുകൂടി ആദ്യ അപ്ഡേറ്റ് വരും. വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ആദ്യ അപ്ഡേറ്റ് അതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറിലൊരിക്കൽ അപ്ഡേറ്റ് തരും എന്നുള്ളതാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു നിർണായക തിരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. അത് അണ്ണാ ഡി എം കെയെ സംബന്ധിച്ചാണെങ്കിലും DMK സഖ്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും TVKയെ സംബന്ധിച്ചാണെങ്കിലും TVKയുടെ ഒരു വരവ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എത്രത്തോളമാണ് ഇപ്പോൾ പുതുച്ചേരി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ 90% മുകളിൽ പോൾ ചെയ്യപ്പെട്ടത് അത് TVK എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വിജയ് അവകാശപ്പെടുന്നുണ്ട്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലെ പോളിംഗ് പെർസെൻറ്റേജ് മുതൽ ആ ഒരു അവകാശവാദം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിജയ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് പുതുച്ചേരിയെ കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും എന്തായാലും TVKയുടെ ഒരു അവകാശവാദം എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു വലിയ മോക്ക് പോളിംഗ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജയ് പോകുന്ന ഇടങ്ങളിലൊക്കെ വരുന്ന ഒരു കൂട്ടം അങ്ങനെ ഒരു മോക്ക് പോളിംഗ് നടന്നാൽ എന്തായാലും സ്വാഭാവികമായും ഫലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. എന്തായാലും വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. സ്റ്റാലിനെ സംബന്ധിച്ച് DMKയെ സംബന്ധിച്ച് DMK 2.0 ചരിത്രത്തിലില്ലാത്തൊരു തുടർ ഭരണം അത് നേടിയെടുക്കുക. അതിനുവേണ്ടി 22 പാർട്ടികളുടെ ഒരു വിശാലമായ സഖ്യമുണ്ടാക്കുന്നു. അതിൽ 14 പാർട്ടികൾക്ക് സീറ്റുകൾ കൊടുക്കുന്നു. വളരെ കൃത്യമായ പ്രവർത്തനം ഏകദേശം കുറച്ച് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ വളരെ ചിട്ടയായ അർത്ഥത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് DMKയെ സംബന്ധിച്ച്. അത് ഏറ്റവും ഒടുവിൽ DMDK എന്ന് പറയുന്ന വിജയകാന്തിൻ്റെ പാർട്ടിയെ കൂടി മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു വിശാലമായ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് എന്തായാലും ഈ പറഞ്ഞ MK സ്റ്റാലിൻ 2.0 എന്ന് പറയുന്ന ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അണ്ണാ DMK ആണെങ്കിൽ തിരിച്ചെത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങളായി ഭരണത്തിലില്ല. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, നേതൃതലത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. BJPയുമായിട്ടുള്ള സഖ്യം ഇതെല്ലാം വലിയ ചർച്ചകളായി തന്നെ നിൽക്കുന്നു. DMDK ഒപ്പമുണ്ടായിരുന്ന DMK സഖ്യത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ വളരെ നിർണായകമാണ് അണ്ണാ DMK BJPയെ സംബന്ധിച്ചൊക്കെ വലിയ നിർണായകം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്. അങ്ങനെ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും എല്ലാ മുന്നണികളെ സംബന്ധിച്ചും തമിഴ്നാട്ടിലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഹാഷ്മി സൂചിപ്പിച്ച ഏകദേശം ഒരു 50 വർഷത്തിനിടയിലൊക്കെ വന്ന ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ്. അത് TVKയുടെ വരവ് തന്നെയാണ്. ഇത് തർക്കമില്ല. മറ്റു പാർട്ടികൾ, അതായത് തമിഴ്നാട്ടിൽ ഒരു ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 3 മുന്നണികളാണ്. ഒന്ന് അണ്ണാ DMK സഖ്യം, ഒന്ന് അണ്ണാ DMK NDA മുന്നണി, ഒന്ന് VK ശശികല ഉണ്ടാക്കിയ ഓൾ ഇന്ത്യ പുരട്ചി തലൈവർ മുന്നേറ്റ കഴകം. ആ കഴകവും രാംദോസ് വിഭാഗം, അതായത് PMKയിലെ രാംദോസ് വിഭാഗവും ചേർന്നുള്ള ഒരു മുന്നണി. അങ്ങനെ 3 മുന്നണികൾ എന്ന് നമുക്ക് കണക്കിൽ പറയാം. 3 മുന്നണികളും അതുപോലെ തന്നെ 2 പാർട്ടികളും. ഒന്ന് വിജയുടെ തമിഴക വിക്ടറി കഴകം, ഒന്ന് സീമാൻ്റെ നാം തമിഴർ കക്ഷി. അങ്ങനെ പ്രത്യക്ഷത്തിൽ 3 മുന്നണികളും 2 പാർട്ടികളും തമ്മിലുള്ളൊരു മത്സരമാണ് എന്തായാലും തമിഴ്നാട്ടിൽ നടക്കുന്നത്. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് എല്ലാ 234 മണ്ഡലങ്ങളിൽ നടക്കുന്നതെന്ന് വ്യക്തമായി തന്നെ പറയാൻ പറ്റും. DMK സഖ്യം, അണ്ണാ DMK സഖ്യം, ഒപ്പം തമിഴക വിക്ടറി കഴകം. അങ്ങനെ എന്തായാലും ഫലം പ്രവചനാതീതമാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്.
പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നിപ്പോൾ വോട്ടെടുപ്പ് കഴിയുമ്പോൾ വരുന്ന ഒരു വോട്ടിംഗ് ശതമാനം അത് വളരെ നിർണായകമാണ്. അത് TVK ഏത് തരത്തിലാണ് പറയുന്നത്. വോട്ടിംഗ് ശതമാനം കൂടിയാൽ അതെന്തായാലും അത് ഈ പറഞ്ഞ TVKയുടെ ഒരു കൃത്യമായി അവരുടെ ഒരു അവകാശവാദമായി തന്നെ നമ്മൾ പുതുച്ചേരിയിൽ കണ്ടതുപോലെ തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ആദ്യഘട്ടം ഇപ്പോൾ ഒരു അരമണിക്കൂർ പിന്നിടുന്നു. ആദ്യ വോട്ടറായി തിരുവാൻമൂരിലെ ബൂത്തിൽ ആദ്യ വോട്ടറായി നടൻ അജിത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് അല്പസമയത്തിനകം നമ്മൾ ഇവിടെ നിൽക്കുന്നത് സെന്റ് മേരീസ് കോളേജിലാണ്. ഇവിടെ അല്പസമയത്തിനകം എന്തായാലും രജനീകാന്ത് എത്തിച്ചേരും. 8:45 CIET കോളേജിലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും വോട്ട് ചെയ്യുക. അങ്ങനെ പ്രമുഖരെല്ലാം തന്നെ രാവിലെ 10 മണിക്ക് മുമ്പായി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കന്നിമൊഴിയാണെങ്കിലും SIT കോളേജിലാണ് വോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാവരും തന്നെ വളരെ വേഗത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ആലോചനകളിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന. അല്പസമയത്തിനകം ഇവിടേക്ക് രജനീകാന്ത് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ അരമണിക്കൂർ പിന്നിടുന്നു. 2 മണിക്കൂർ, അതായത് 9 മണിയോടുകൂടി ആദ്യ പെർസെൻറ്റേജ് എത്രയാണ് ആദ്യ പെർസെൻറ്റേജ് എന്നുള്ളത് അറിയാനും സാധിക്കും. പക്ഷെ നമ്മൾ കഴിഞ്ഞ 9-ാം തീയതി നമ്മുടെ ഇവിടെ കണ്ടത് ഈ സമയമായി കഴിയുമ്പോൾ പോളിംഗ് ബൂത്തിലേക്കൊക്കെ വലിയ നിര നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്രയും നിര അത് കേരളത്തിൽ മാത്രം കാഴ്ചയാണെന്ന് തോന്നുന്നു. അങ്ങനെ രാവിലെ തന്നെ പോളിംഗ് ബൂത്ത് പറയുന്ന കാഴ്ച അജിത്ത് അങ്ങോട്ടൊക്കെ വരികയാണ്. ഗ്ലാമറൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഗംഭീരം അങ്ങോട്ട് വന്നിട്ട് അവിടെ വലിയ അങ്ങനെ സാധാരണ അജിത്ത് ഇറങ്ങുമ്പോഴേക്ക് ഉണ്ടാകുന്ന വലിയ ആൾക്കൂട്ടം അത് ഒരുപക്ഷെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കണം. ചെന്നൈയിലെ ആദ്യ വോട്ടറായി വന്ന് ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധത തല തെളിയിച്ചിരിക്കുകയാണ്. ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മൊത്തത്തിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ട് തലമുടിയും താടിയും ഷർട്ടും ഒക്കെ വൈറ്റായിട്ട് ഒക്കെ വന്ന് സ്റ്റൈൽ ആയിട്ട് വന്നിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന അജിത്ത് അല്പസമയത്തിനകം നമ്മുടെ മനേഷ് മൂർത്തി നിൽക്കുന്ന സ്റ്റെല്ല മേരീസ് കോളേജ് കത്തീഡ്രൽ റോഡിൽ വന്ന് രജനീകാന്ത് വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ രജനീകാന്തൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന മട്ടിലൊക്കെ വന്നിട്ട് ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ ആളാണ്. കമൽഹാസൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും ഒടുവിൽ ചിഹ്നം കൊടുക്കാത്ത കാരണം ഞാൻ ഇല്ലേ എന്നുകൊണ്ട് പോയതാണ്. അപ്പോൾ അതിൽ ആ മേഖലയിൽ വിജയിച്ചതൊരു പക്ഷേ വിജയ് മാത്രമാണെന്ന് ഉറപ്പായും പറയാം. TVK വരുമ്പോൾ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്ന് കരുതിയെങ്കിലും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമൊക്കെ പൂർത്തിയാകുമ്പോഴേക്കും TVK തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ നിർണായക സാന്നിധ്യമാണ് എന്ന് കൃത്യമായി തന്നെ പ്രൂവ് ചെയ്യാൻ വിജയിക്ക് കഴിഞ്ഞു. പക്ഷേ അത് വോട്ടർമാർ കൂടി പറയണം. അതിപ്പോൾ ഈ ദിവസം വരുന്ന പോളിംഗ് ശതമാന കണക്ക് അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിവസം വരുന്ന TVKയുടെ എണ്ണം, സീറ്റെണ്ണം ഒക്കെ അത് ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ കൂടിയും ഏറ്റവും ഒടുവിൽ വന്ന സ്റ്റാലിൻ്റെ അടക്കം അല്ലെങ്കിൽ AIDMK നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങളിൽ വിജയ് എന്ന് പറയുന്നത് അവർ തമിഴ് രാഷ്ട്രീയത്തിലെ വളരെ സജീവമായൊരു സാന്നിധ്യമായി മാറിയിരിക്കുന്നു വിജയും അദ്ദേഹത്തിൻ്റെ TVKയും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയ് വോട്ട് രേഖപ്പെടുത്താനെത്തുന്നതിൻ്റെ കാഴ്ചയാണ്. കേരളത്തിലും ഒരുപാട് വിജയ് ആരാധകർ ഉള്ളതാണ്. അപ്പോൾ വിജയ് ആരാധകർക്ക് രാവിലെ നല്ലൊരു കാഴ്ചയാവുന്നുണ്ട് വിജയ് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നത്. നമ്മുടെ ഇവിടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഈ സമയമൊക്കെ ആദ്യം അല്ലേ മോഹൻലാലൊക്കെ ആദ്യം വന്നായിരുന്നു. രാവിലെ തന്നെ വന്നിരുന്നു, ആദ്യത്തെ മണിക്കൂറിൽ തന്നെ വന്നിരുന്നു. ഹാഷ്മി, ഇത്തവണ കേരളത്തിൽ കണ്ടൊരു പ്രത്യേകത അതായിരുന്നു. ഈ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ രാവിലെ തന്നെ വന്ന് ക്യൂവിൽ കാത്തു നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അതിന് സമാനമായ നിലയിൽ തമിഴ്നാട്ടിലെ ആദ്യ മണിക്കൂറുകളിലൊക്കെ ചില കാഴ്ചകൾ വരുന്നുണ്ട് എന്നതുകൂടിയുണ്ട്. എന്തായാലും ഇവരൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എത്താനുള്ള ആവേശം മെസ്സേജ് ആണല്ലോ. ഇപ്പം മോഹൻലാൽ വന്നു, മമ്മൂട്ടി വന്നു, മോഹൻലാൽ ഒന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയതിന് ശേഷം അദ്ദേഹം അപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ പാർട്ട് ചെയ്തു, നിങ്ങൾ ഗോ വോട്ട് എന്നൊരു ആഹ്വാനം ഇട്ട് മമ്മൂട്ടി വന്ന് പ്രതികരിച്ചു. അതിനുശേഷം അപ്പോൾ അവരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു പ്രചോദനം കൂടിയാകും, ഒരു മെസ്സേജ് കൂടിയാണല്ലോ അത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിനകത്ത് VIP സൂപ്പർ സ്റ്റാർ എന്നൊന്നുമില്ല. ജനാധിപത്യത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമ്പോൾ എല്ലാവരും പൗരന്മാരാണ്. ഒരു ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ജനാധിപത്യത്തിൻ്റെ ഗംഭീരമായ ഒരു കാഴ്ച കൂടി ദിവസങ്ങൾ കാണുന്നതാണ്. ദാ വിജയ് ഏത് ബൂത്തിലാണ് വിജയ് എന്നത് നമുക്കൊന്ന് അന്വേഷിച്ച് പറയാം. വിജയ് അങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു പ്രതികരണമൊക്കെ ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല. വിജയുടെ രാഷ്ട്രീയ ചായവൊക്കെ അദ്ദേഹം പലപ്പോഴായി പരോക്ഷമായെങ്കിലും സൂചിപ്പിച്ചിട്ടുള്ളൊക്കെ ഉള്ളതാണ്. എന്തായാലും ആ രാഷ്ട്രീയമൊന്നും ഇപ്പോൾ പറയില്ല എങ്കിൽ കൂടി എന്താ അവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് വിജയ് അജിത്ത് വിജയ് എന്ന് പറഞ്ഞില്ലേ, അജിത്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണോ അതോ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണോ? വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണെന്നാണ് തോന്നുന്നത്. കാര്യം ആ ബൂത്തിലെ ആദ്യത്തെ വോട്ടറായിരുന്നു അജിത്ത് എന്നുള്ളതാണ് നമുക്ക് PCR-ൽ നിന്ന് തന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരിക്കണമല്ലോ. വെള്ള ഷർട്ടൊക്കെ ഇട്ട് എൻ്റെ മുകളിൽ ഒരു വെള്ള കോട്ടൊക്കെ ഇട്ട് രാവിലെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയത്. പക്ഷേ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ടൊക്കെ എത്തിയായിരിക്കണം അജിത്ത്. കാര്യമായ പ്രതികരണങ്ങൾ രാവിലെ എന്തായാലും നടത്തുന്നില്ല അജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.